everyone, welcome to ASAP. നോക്കൂ നമ്മളിവിടെ ബോയ് ഓർ ഗേൾ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ജെൻഡർ പ്രഡിക്ഷൻ കാര്യങ്ങളൊന്നും അല്ല നടക്കാൻ പോകുന്നത്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബിയുടെ ജെൻഡർ മുൻകൂട്ടി തന്നെ നമുക്ക് അറിയാൻ പറ്റും. ബേബി ഗേൾ ആണോ ബേബി ബോയ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ബേബി ഷവർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ ജെൻഡർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. നമ്മൾ പൊതുവെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൺ ഭ്രൂണഹത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഒരു മിത്ത് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് പെണ്ണാണോ ആണാണോ എന്നുള്ളത് അധികം ആളുകളും വിചാരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്നൊരു കോൺസെപ്റ്റാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രസവിച്ചു കഴിഞ്ഞ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ, കുറ്റം ഏറ്റുവാങ്ങുന്നത് എപ്പോഴും അമ്മമാരായിരിക്കും. ബട്ട് സെക്സ് ഓഫ് ദ ബേബി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ഫാദർ. ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ്. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി അതിൻ്റെ ജെനറ്റിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളോട് ആരെങ്കിലും വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് അവരോട് ഇരിക്കാൻ പറയുക. ഈ പറഞ്ഞു തരുന്ന ക്രോസ് വരച്ച് പഠിപ്പിച്ചിട്ടേ നമ്മൾ വിടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ഇഷ്യൂ നമുക്ക് എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നോർമലി ഒരു കുഞ്ഞുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ പാർട്ട്ണറും ഒരു മെയിൽ പാർട്ട്ണറും ആവശ്യമുണ്ട് അല്ലേ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വേണം. ഈ രണ്ടാളുകളുടെയും ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ നിന്നാണെങ്കിൽ അണ്ഡവും പുരുഷന്മാരുടെ കേസിൽ നിന്നാണെങ്കിൽ പുംബീജം എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളും ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ഒരു ജനറേഷനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മെയിൽസിൽ നിന്ന് സ്പേം അല്ലെങ്കിൽ പുംബീജം, ഫീമെയിൽസിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് അണ്ഡവും ബീജസങ്കലനം എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അടുത്തൊരു തലമുറ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അടുത്തൊരു തലമുറ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് ആദ്യത്തെ ഇതിൽ നമ്മൾ സൈഗോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ സിക്താണ്ഡം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ, ജെനറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ XX എന്ന് പറയുന്ന ക്രോമസോം ആണുള്ളത്. സ്ത്രീകളിലെ ക്രോമസോം XX ഉം പുരുഷന്മാരുടെ ക്രോമസോം എന്ന് പറയുന്നത് XY എന്ന് പറയുന്ന ഒരു ക്രോമസോമുമാണ്. ഇതിൽ സ്ത്രീകളുടെ അണ്ഡം ഉണ്ടാവുന്ന സമയത്ത് അതിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഗമീറ്റിൻ്റെ ക്രോമസോം എന്ന് പറയുന്നത് എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ, X മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സ്ത്രീകളിൽ XX എന്ന് പറയുന്ന ക്രോമസോം മാത്രമേ ഉള്ളൂ. സോ റീപ്രൊഡക്റ്റീവ് സെല്ലായ എഗ്ഗിൽ, അണ്ഡത്തിൽ എപ്പോഴും X ക്രോമസോമുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ പുരുഷൻ്റെ കേസിൽ അങ്ങനെയല്ല. പുരുഷന്മാരിൽ Xഉം Yയും ക്രോമസോമുകളുണ്ട്. അപ്പം പുരുഷന്മാരുടെ പുംബീജത്തിൽ ഒന്നിക്ക് X ക്രോമസോമുള്ള പുംബീജങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ Y ക്രോമസോമുകളുള്ള പുംബീജങ്ങൾ ഉണ്ടാവാം. 2 ചാൻസ് ഉണ്ട്. അപ്പം ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്, ഏത് സ്പേം ആണോ ഫ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഭാവിയിൽ കുഞ്ഞിൻ്റെ ജെൻഡർ തീരുമാനിക്കുന്നത്. ഓക്കെ, സപ്പോസ് X ക്രോമസോം ആണ് അച്ഛനിൽ നിന്ന്, X ക്രോമസോമുള്ള പുംബീജമാണ് വന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, X ക്രോമസോമുള്ള പുംബീജമാണ് വന്നത് എന്ന് വിചാരിക്കുക. നോക്കൂ, അമ്മയുടെ കയ്യിൽ നിന്ന് X ക്രോമസോം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് X ക്രോമസോമുള്ള പുംബീജം തമ്മിലാണ് കൂടിച്ചേരുന്നത് എന്ന് വിചാരിക്കുക. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സയൻസ് ആണ്, ബയോളജിയാണ് അല്ലേ. വരുന്നത് എന്നുണ്ടെങ്കിൽ പെൺകുഞ്ഞായിരിക്കും ഉണ്ടാവുക. XX എന്ന് പറയുന്ന ഫീമെയിൽ, നമ്മൾ ഇങ്ങനെയാണ് ഫീമെയിൽസ് എന്ന് കാണിക്കുക, പെൺകുട്ടിയായിരിക്കും. ഇനി വേറെ ചാൻസ്, അമ്മയുടെ കയ്യിൽ നിന്നുള്ള X ക്രോമസോമുള്ള എഗ്ഗും അച്ഛൻ്റെ കയ്യിൽ നിന്ന് Y ക്രോമസോമുള്ള സ്പേമുമാണ് ഫ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടി എന്ന് പറയുന്നത് ആൺകുട്ടിയായിരിക്കും, ബേബി ബോയ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് 50-50 ചാൻസുകളാണുള്ളത് അല്ലേ. അല്ലെങ്കിൽ ഒന്നിക്ക് ഗേൾ ആവാം അല്ലെങ്കിൽ ബോയ് ആവാം എന്നുള്ള ചാൻസാണ്. സോ ആ ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത അവിടെ കൊടുത്തത് എപ്പോഴും ആരായിരിക്കും, അച്ഛനായിരിക്കും. ഓക്കെ, അപ്പം ജെൻഡർ എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് മെയിൽ പാർട്ട്ണർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബയോളജിയാണ്, ഇതൊരു കോൺസെപ്റ്റാണ്. അതല്ലാതെ നമ്മൾ സാധാരണ അമ്മമാരാണ് 9 മാസം അല്ലെങ്കിൽ ഒരു 38-40 ആഴ്ച ആ കുഞ്ഞിനെ ക്യാരി ചെയ്ത് പ്രസവിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളും വിചാരിക്കും
ആ ഒരു സമയത്ത് ആ അമ്മ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ജസ്റ്റേഷൻ അല്ലെങ്കിൽ ഗസ്റ്റേഷൻ എന്ന് പറയും, ഗർഭകാലത്താണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നാണ് പലരും വിചാരിക്കുക. അപ്പം അതുകൊണ്ടാണ് സ്ത്രീകളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിനൊരു പ്രശ്നമായിട്ട് ആൾക്കാർ ബ്ലെയിം ചെയ്യാറുള്ളത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്. അപ്പം ശരിക്ക് ആ ഒരു സമയത്തല്ല, ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് അമ്മ അല്ലേ. ആ അമ്മയുടെ പോഷകങ്ങളൊക്കെയാണ്, അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങളൊക്കെയാണ് കുഞ്ഞിന് ലഭിക്കുന്നത്. കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ സെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു സ്പേം ഫെർട്ടിലൈസ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സെക്കൻഡിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സോ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെയിൽ പാർട്ട്ണർ. അച്ഛനായിരിക്കും എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഫാക്റ്റുകൾ നമ്മൾ എയ്സ് ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.